ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇവിടെ നടക്കാൻ പോകുന്നതേ ചെറിയൊരു കല്യാണം തന്നെ. അല്ല, വെഡിങ് ആനിവേഴ്സറി മാറിയപ്പോ കല്യാണമായോ? എന്റെ ഭാമയെ വിഷ്ണുവിന്റെ ശാലയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇവരുടെ ജീവിതത്തില് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? നീ തന്നെ പറ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായേ? അതെല്ലാം മാറാൻ വേണ്ടിട്ടാ ഈ പുതിയ കല്യാണം. ഇത് കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും മാറും. അതിന് നമ്മള് അമ്പലത്തില് വല്ല വഴിപാട് നടത്തിയാ പോരെ? ഈ എല്ലാവരും വിളിച്ചു വരുത്തി ഇതുപോലൊരു ചടങ്ങൊക്കെ എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? അതെന്തിനാന്ന് വെച്ചാലേ ഈ മുള്ളിനെ മുള്ളോടെ എടുക്കണമെന്നാ പറയുന്നതേ. അതായത് നിങ്ങളുടെ ദോഷം നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റണം. എന്നാലേ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. അതെ, ഈ ഭഗവാൻ വിളിക്കുമ്പോ മാത്രം നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറിയാ മതിയോ? എന്താ പന്നി, അങ്ങനെ മാറിയാ മതിയോ? ഏയ്, മാറുന്നെങ്കിൽ മുഴുവനായിട്ട് മാറണം. അയ്യോ സാറേ, അങ്ങനെ മുഴുവനായിട്ട് മാറണമെന്നില്ല കേട്ടോ. അല്ല, പിള്ളേവിടെ? നേരത്തെ വരാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു സ്ഥലം വരെ പാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് എങ്ങോട്ടാ? ചായ കുടിച്ചില്ലല്ലോ. ഞാൻ ചായ ചോദിക്കുന്ന സമയത്ത് തരത്തുമില്ല. അല്ലാത്തപ്പം നീട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവാ. ഇതേ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമാ. ഞാനേ ഡ്രസ്സൊക്കെ മാറിയിക്കാം, അപ്പോഴത്തേക്ക് ആ പിള്ള വരും. അതെ. പിന്നെ ഞങ്ങള് പോട്ട് വരുമ്പോഴേ വിഷ്ണു ഇവിടെ ഉണ്ടാവണം. അവൻ എവിടെ ഉണ്ടെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് വരാൻ പറ. അല്ല പിന്നെ ഇനി വരട്ടെ. കുട്ടികളെ കുറച്ച് കൂടുന്നുള്ളവര്. അച്ഛനൊന്നുമില്ല, അമ്മയൊന്നുമില്ല. എന്തായാലും ഈ കല്യാണം ഞാൻ നടത്തും. അല്ല രാഘവേട്ട, അതോടുകൂടി ഈ ദോഷങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും. എന്താ സത്യം ഇതൊക്കെ? മോളെ, രാഘവേട്ടനെ ഏതാണ്ട് ഉറപ്പിച്ച മട്ട എന്ന് കരുതി ഞാൻ മറ്റൊരാൾക്ക് മുമ്പിൽ എന്റെ കഴുത്ത് നീട്ടി കൊടുക്കണമെന്നാണോ സത്യമ്മ പറയുന്നത്? അതിന് ശാലിനി മരിക്കണം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് വിഷ്ണു ഒറ്റ ഒരുത്തനാ. ഇവിടെയുള്ളവരെയൊക്കെ തൃശങ്ക് സ്വർഗത്തിലാക്കിയിട്ട് അവൻ എവിടെയൊക്കെ പോയി നടക്കുക. ഒന്ന് വിളിക്കുന്നു പോലും ഇല്ല. വെറുത്ത് പോയവന്. കുടുംബം നോക്കാതെ പോയവരൊക്കെ പരുന്തക്കാലെ പോയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ.